രണ്ടാഴ്ച കൂടി കഴിഞ്ഞാലേ ബിഗ് ബോസ് സീസൺ 6 100 ദിവസത്തെ ജേണി അവസാനിക്കും. ഫൈനലിലേക്കുള്ള മത്സരങ്ങളും ടാസ്കുകളും ഒക്കെയാണ് ഇപ്പോൾ സീസണിൽ നടക്കുന്നത്. നിലവിലുള്ള 10 മത്സരാർത്ഥികളും ഫൈനലിലേക്ക് എത്തുന്നതിനായി മാക്സിമം എഫേർട്ട് എടുത്ത് കളിക്കാൻ പോകുന്ന ഒരു ടൈം കൂടിയാണ് ഇനി വരുന്ന ആഴ്ചകൾ. കൂടുതൽ സംഘർഷഭരിതവും അതുപോലെ വാക്കേറ്റവും ഗെയിം ചേഞ്ചിങ് മൊമെന്റും ഒക്കെ സംഭവിക്കാൻ ചാൻസ് ഉള്ള ദിവസങ്ങൾ. ഇതിനിടയിലേക്ക് പുതിയ അതിഥികൾ എത്തിയാൽ എങ്ങനെയിരിക്കും? അതും പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങൾ തന്നെ. അതെ, ബിഗ് ബോസ് വീട്ടിലേക്ക് സീസൺ 5 മത്സരാർത്ഥികളായ ജുനൈസും സാഗറും ഒപ്പം നടൻ ജോജു ജോർജും നടി അഭിനയും ഒരുമിച്ചെത്തുന്നു എന്നതാണ് പുതിയ വിവരം. ഇവരെ ചാലഞ്ചർ ആയല്ല, മറിച്ച് സിനിമ പ്രൊമോഷന്റെ ഭാഗമായാണ് എത്തുന്നത്. ജോജുവിന്റെ സംവിധാനത്തിലൊരുങ്ങുന്ന പണി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായാണ് ഇവരെ വീട്ടിലേക്ക് എത്തുന്നത്. ജോജുവിന്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയായ അപ്പു പാത്തു പപ്പു പ്രൊഡക്ഷൻസിന്റെയും AD സ്റ്റുഡിയോസിന്റെയും ബാനറിൽ M റിയാസ് ആദം, സിജോ വടക്കൻ എന്നിവർ നിർമ്മിക്കുന്ന ചിത്രമാണ് പണി. ഇതിലെ ബിഗ് ബോസ് സീസൺ 5 ജുനൈസും സാഗറും പ്രധാന വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടീമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, സീസൺ 1 മത്സരാർത്ഥികളായ സാബുമോനും ശ്വേതാമേനോനും വന്നൊരു അന്തരീക്ഷമല്ല ഇപ്പോൾ ഉള്ളത്. ഈ ഒരാഴ്ച എന്ന് പറയുന്നത് ടിക്കറ്റ് ടു ഫിനാലെ നടക്കുന്ന സമയമാണ്. ഇതിന്റെ ഇടയിൽ ഒരുപാട് പേര് എവിക്റ്റ് ആയി പോയി, പല സംഭവങ്ങളും നടന്നു. ഇതിനിടയിലേക്ക് സാഗറും ജുനൈസും അതുപോലെ ജോജു അഭിനയും ഇവരൊക്കെ വരുന്നത്. ഇനി ഇവരാണോ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ചെയ്യിപ്പിക്കുന്നത്, അതോ നോർമൽ ഫിലിം പ്രൊമോഷൻ മാത്രം നടത്തി തിരിച്ചു പോകുമോ എന്നൊന്നും അറിയില്ല. കഴിഞ്ഞ മാസം ദിലീപ് പബി കെയർടേക്കർ സിനിമയുടെ ഫിലിം പ്രൊമോഷനായി വീട്ടിലെത്തിയിരുന്നു. അത് ജസ്റ്റ് ഒരു പ്രസ് മീറ്റ് പോലെ സംഘടിപ്പിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ടോക്ക് മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത്. ജസ്റ്റ് വന്നു പോയി, അത്ര മാത്രമാണ്. അതുപോലെയാണ് ഇവർ വരുമ്പോഴും സംഭവിക്കുക എന്നൊന്നും അറിയില്ല. കൂട്ടത്തിലെ ബിഗ് ബോസ് മത്സരാർത്ഥികളായ സാഗറും ജുനൈസും ഉള്ളത് കൊണ്ട് ഇതിലെന്തെങ്കിലും മാറ്റം സംഭവിക്കാനും ചാൻസ് ഉണ്ട്. കാരണം സീസൺ 5 എന്റർടൈനിങ് ആയ 2 മത്സരാർത്ഥികളായിരുന്നു ഇവർ രണ്ടുപേരും. സ്റ്റാർട്ടിങ്ങിൽ അത്ര ആക്റ്റീവ് അല്ലാതിരുന്ന രണ്ടാളും അവസാനത്തേക്ക് അടിപൊളി ഗെയിമാണ് കളിച്ചിരുന്നത്. പ്രത്യേകിച്ച് ജുനൈസ് കോമഡിയിലൂടെ പറയാനുള്ള കാര്യങ്ങൾ പറയും. ഈ ഒരു ശൈലിയാണ് ആള് ഫോളോ ചെയ്തിരുന്നത്. രണ്ടുപേരും തമ്മിൽ നല്ലൊരു കോംബോ വീടിനുള്ളിൽ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ നിലയ്ക്ക് ഇരുവരും ചേർന്ന് മത്സരാർത്ഥികൾക്ക് ഒരു പ്രാങ്കോ അല്ലെങ്കിൽ ടാസ്കോ നൽകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നടൻ ജോജു ആണെങ്കിലും അടിപൊളി ക്യാരക്ടറാണ്. പറയാനുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് മുഖത്ത് നോക്കി പറയും. അത്യാവശ്യം എന്റർടൈനിങ് ആയ ഒരാളാണ്. മത്സരാർത്ഥികൾക്ക് ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടികളും ഒക്കെ പ്രതീക്ഷിക്കാം. സിനിമയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇത്തവണത്തെ സീസണിലുണ്ട്. സ്വാഭാവികമായും ഒരു സിനിമയുമായി ബന്ധപ്പെട്ടവർ വീട്ടിലേക്ക് വരുമ്പോൾ അവരും ഹാപ്പി ആയിരിക്കും. അത്യാവശ്യം എന്റർടൈനിങ് ആയിരിക്കും ഈ ഒരു എപ്പിസോഡ് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഗസ്റ്റായി സാബുമോനും ശ്വേതാമേനോനും വന്ന ആ ഒരു ആഴ്ച എന്ന് പറയുന്നത് അടിപൊളി ആഴ്ചയായിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബിഗ് ബോസ് സീസൺ 6 കണ്ട ഒരു ടൈം കൂടിയായിരുന്നു ആ വീക്ക് എന്ന് പറയുന്നത്. അത്രമാത്രം ഗെയിം ചേഞ്ചിങ് മൊമെന്റുകളും പ്രാങ്കും ടാസ്കും ഒക്കെ ആയി ബിഗ് ബോസ് വീട് മൊത്തത്തിൽ ഓൺ ആയ ഒരു ടൈം ആയിരുന്നു അത്. ആക്റ്റീവ് അല്ലാത്തവർ പോലും ആക്റ്റീവ് ആയ ടൈം ആയിരുന്നു. മാത്രമല്ല, ആ ടൈമിലെ കോയിനുകൾ ലഭിക്കുന്ന ഒരു സംഭവം, അതുപോലെ ഒരു ഡയമണ്ട് കൊടുക്കുന്ന സംഭവമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എക്സ്ട്രാ ആക്റ്റീവ് ആയിരുന്നു എല്ലാ മത്സരാർത്ഥികളും. അതുപോലെ ഇവരും വരുമ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ഗെയിം മാറുമോ, എന്തെല്ലാം സംഭവിക്കുക, ഇതൊക്കെ അറിയാനുള്ള എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും ഉള്ളത്.